മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ദീപാവലി മുഹൂർത്തത്തിന്റെ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ് വിപണി ഒരു സ്ഥിരതയാർജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ സ്വാഭാവികമായ ഒരു 7 ദിവസം ഒരാഴ്ച നീണ്ടുനിന്ന ഒരു കറക്ഷൻ വന്നു. അതിനുശേഷം വ്യാഴാഴ്ച ദിവസം വളരെ മെച്ചപ്പെട്ട രീതിയിൽ ശക്തമായൊരു ഓപ്പണിങ്ങും അതിനുശേഷം ശക്തമായ നിലയിലേക്കും വന്നു. അതിനുശേഷം വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് ഇല്ലായിരുന്നു, മുഹറം പ്രമാണിച്ചുള്ള അവധിയായിരുന്നു. പക്ഷേ SGX നിഫ്റ്റി, സിംഗപ്പൂരിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിഫ്റ്റി വളരെ പ്രോമിസിംഗ് ആയി നിൽക്കുന്നു. ഇതിൻ്റെ അർത്ഥം തിങ്കളാഴ്ചയും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. എന്തായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും തിങ്കളാഴ്ചയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ചും വളരെ മികച്ച പ്രവർത്തന ഫലങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നു. രഘുറാം രാജൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. അത് ഇന്നത് ചെയ്യും അങ്ങനെ ഒരു അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് കൃത്യമായ കോൺക്രീറ്റ് ആയ ചില സ്റ്റെപ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അതിന്റെ പിൻബലത്തിൽ രൂപ ഒന്ന് താഴെ പോയ രൂപ 63.78 ഏകദേശം 64ന്റെ വക്കിൽ വരെ വന്ന രൂപ തിരിച്ച് 63ന്റെ വശത്തേക്ക് നീങ്ങുന്നത് കണ്ടു. ഇങ്ങനെ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ വന്നു, വളരെ നല്ല റിസൾട്ടുകളും വന്നു. എന്ത് തോന്നുന്നു? RBI ഗവർണർ തന്നെയാണ് ഇതിൽ താരം, രഘുറാം രാജൻ തന്നെയാണ്. അദ്ദേഹം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ്, അത് ഇന്ത്യയെ തീർച്ചയായിട്ടും പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ ആ ഒരു ഉയരങ്ങളിലേക്ക് പോകുന്ന അല്ലെ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനികളുടെ ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് ഒരവസരത്തിൽ 6000 ബിലോ ബ്രേക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. ആ സമയത്ത് തന്നെയാണ് രഘുറാം രാജൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൻ്റെ ഒരു റീസൺ പോലും പലപ്പോഴും നമ്മൾക്കറിയാം, FIs ആണ് ഈ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ FIസിന്റെ ഒരു ഫ്ലോയിൽ വന്ന കുറവും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലേക്ക് പോയി, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം റുപ്പിയുടെ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന പോകുന്ന ആ പ്രശ്നത്തെ രഘുറാം രാജൻ വളരെ ക്ലാരിറ്റിയോടുകൂടി അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അതിന്റെ റിഫ്ലക്ഷൻ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴും ആ പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതൊരു സത്യം തന്നെ. അതുപോലെ മാർക്കറ്റ് 6300 നിന്നുമാണ് ദീപാവലിക്ക് ശേഷം വന്ന കറക്ഷൻ. അന്ന് തന്നെ മാർക്കറ്റ് വാച്ച് പറഞ്ഞ ഫർദർ ഒരു കറക്ഷൻ വരാം, ഒരു 200 പോയിന്റ്സിന്റെ കറക്ഷൻ. ദെൻ 6000 ആയിരുന്നു മാർക്കറ്റ് വാച്ചിന് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ വീണ്ടും ആ സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റിൽ സപ്പോർട്ട് ലഭിച്ചു. ഈ ഒരു ട്രെൻഡ് കുറച്ചുകൂടെ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. സനൽ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ വീണ്ടും സ്റ്റോക്കിനെ ചേസ് ചെയ്യരുത്, അവസരം നമ്മുടെ മുന്നിലേക്ക് വരും. ഇപ്പോൾ നമ്മൾക്കറിയാം ICICI ബാങ്കും ആക്സിസ് ബാങ്ക് എല്ലാ സ്റ്റോക്കുകളിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ്, ഈവൻ റിസൾട്ട് വന്നതിന് ശേഷം ടാറ്റ മോട്ടോഴ്സിൽ പോലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് വന്നിരുന്നു. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലേക്ക് അവസരം വരും, പേഷ്യൻസ് കാണിക്കുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ബൈയിങ് എന്ന് പറയുന്നത് എഗെയിൻ 5950 6000 എന്ന് പറയുന്നത് എഗെയിൻ ഒരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ 950 ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് US നിന്ന് വന്നിരിക്കുന്ന ബെറ്റർ ഡാറ്റ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ബെറ്റർ ഇക്കണോമിക് ഡാറ്റകൾ, അത് സ്റ്റിമുലസ് വിഡ്രോ ചെയ്യാനുള്ള മാർച്ചോടുകൂടി വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഫണ്ട് ഫ്ലോ കുറയാനുള്ളൊരു സാധ്യത അത് വിലയിരുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റിൽ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പുതിയ അധ്യക്ഷ ആകുന്ന ജാനറ്റ് യെല്ലൻ അവരുടെ കമന്റ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ അത് തുടരും എന്ന തരത്തിലാണ്. അത് ഉടനെ പിൻവലിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവ് അല്ലേ? അല്ല, അത് പോസിറ്റീവ് ആണെങ്കിൽ സന്നൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. അവർക്ക് ഇപ്പോൾ ഒരു അനൗൺസ്മെന്റിലുപരി പുതിയ എക്കണോമിക് ഡാറ്റ വരികയാണെങ്കിൽ എങ്ങനെ ഇത് വിഡ്രോ ചെയ്യാതിരിക്കും? അങ്ങനെ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ബെറ്റർ എക്കണോമിക് ഡാറ്റ വന്നാൽ സ്വാഭാവികമായിട്ടും ഇത് വിഡ്രോ ചെയ്തേ പറ്റൂ. അത് സംഭവിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവാണ്. പക്ഷെ അതൊരു ലോങ് ടേം വ്യൂവിൽ അത്ര നെഗറ്റീവാണെന്ന് നമുക്ക് കാണാനും സാധിക്കില്ല. കാരണം ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ ബെറ്റർ ആകുകയും ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് നമുക്കറിയാം, വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്താൽ, ഇലക്ഷന് ശേഷം നല്ലൊരു മാൻഡേറ്റ് കിട്ടുകയും ചെയ്താൽ ഇന്ത്യ വീണ്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമായി തിരിച്ചു വരാനുള്ള സാധ്യത, ഇന്ത്യൻ കമ്പനികളുടെ വളർച്ച, അത് വീണ്ടും ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ടാപ്പറിംഗ് വന്നാൽ പോലും അത് ഇന്ത്യയെ അത്രത്തോളം എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ന്യൂസ് ഡ്രിവൺ ആണ് മാർക്കറ്റ് പലപ്പോഴും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് ടൈം വ്യൂവിൽ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബാഡ് ന്യൂസ് വരുമ്പോൾ അത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണുക എന്നുള്ളതാണ്. മാർക്കറ്റിന്റെ ടെക്നിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് 6950 എന്ന് പറയുന്ന ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്, വീണ്ടും ഒരു റീ എൻട്രി പോയിന്റ് ആണ്. ദെൻ 5800 850യിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഈ ഒരു മൂവ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെറിയ സെൽ ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. അത് 800 850 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ്.
അത് വീണ്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും നല്ല സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണുക. ഈ ഒരു റാലി കുറച്ചുകൂടെ പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യും, കുറച്ചുകൂടെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇമ്മീഡിയറ്റ് എനിക്ക് തോന്നുന്നില്ല, പുതിയൊരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ആ ഹൈയുടെ അടുത്ത് വന്ന് വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് വൈസ് അല്ലെങ്കിൽ ഇന്റർനാഷണലി ഏതെങ്കിലും അത്രത്തോളം വളരെ പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് നിഫ്റ്റി ചിലപ്പോൾ പുതിയ ഹൈ ബ്രേക്ക് ചെയ്യും. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ കുറവാണ്. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റോക്ക് ചോദിക്കട്ടെ. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. വലിയ 3500 കോടി രൂപയുടെ ഗംഭീര ലാഭം കാഴ്ചവെച്ചു. അതിനുശേഷം ആ ഓഹരി സ്വാഭാവികമായും വലിയ ഹ്യൂജ് പൊസിഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും ആദ്യം ഒന്ന് മുന്നേറിയ ശേഷം ഒന്ന് തളർന്നു. വീണ്ടും JLRന്റെ മികച്ച പ്രവർത്തന ഫലം കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും തിരിച്ച് മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ടാറ്റയുടെ തന്നെ മറ്റൊരു സ്ഥാപനമായ ടാറ്റ സ്റ്റീൽ, അതിൻ്റെ പ്രവർത്തന ഫലം വളരെ മികച്ചതായിരുന്നു. കോറസ് ടേക്ക് ഓവറിന് ശേഷം അത് ഡെലിവറി ചെയ്ത് തുടങ്ങി. കോറസിൻ്റെ ഏറ്റെടുക്കലിന് ശേഷം ആദ്യമായിട്ട് ആണ് വളരെ പ്രൊമിസിംഗ് ആയ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തന ഫലം അത് ഡെലിവറി ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു വാർത്ത ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ സ്റ്റീൽ ഇപ്പോൾ അണ്ടർ പ്രൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ ഒരു വിഭാഗം അനലിസ്റ്റുകളെങ്കിലും കരുതുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ വാങ്ങൽ നടത്താമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ സനലിന് തന്നെ അറിയാം 320 ലെവൽ, എനിക്ക് തോന്നുന്നൊരു 6 months ബാക്കാണ് നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്ന് പറയും. 190 മുതൽ കണ്ടിന്യൂസ് ബൈ റെക്കമെൻഡേഷൻസ് മാർക്കറ്റ് വാച്ച് കൊടുത്തുകൊണ്ട് പോയി, ഈവൻ ലാസ്റ്റ് വീക്ക് ഓൾസോ. അപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ഈ ഇപ്പോഴത്തെ രീതിയിൽ ഒരു 400-420 വരെ പോകാനുള്ള സ്ട്രെങ്ത് ടാറ്റ സ്റ്റീലിനുണ്ട്. അത് ആ ഒരു ലെവലിൽ 400 എന്ന് പറയുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അത് ലെവൽ ബ്രേക്ക് ആണെങ്കിൽ 420. ഇപ്പോഴത്തെ രീതിയിൽ ആ ഒരു ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ പുതിയ എൻട്രി ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയാണെങ്കിൽ ഞാൻ നോ എന്നുള്ളൊരു ആൻസർ പറയും. അതേസമയത്ത് പേഷ്യൻസോടുകൂടി ലോങ് ടൈം സ്റ്റോറിയാണ് ടാറ്റ സ്റ്റീൽ ആണെങ്കിലും. കാരണം നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്താണ് 250 ഉള്ള സമയത്താണ് ഈ സ്റ്റീൽ ഇല്ലാതെ ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഗ്ലോബലി ഒരു ഇൻഡസ്ട്രിക്കും നിലനിൽക്കാൻ സാധിക്കില്ല. ഓട്ടോമൊബൈൽ ആണെങ്കിൽ എല്ലാ സെക്ടറിലും വേണം. അത് വേൾഡിലെ തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത്, കോറസിന്റെ ടേക്ക് ഓവറോട് കൂടി. അപ്പോൾ അതൊരു ഗ്ലോബൽ കമ്പനിയാണ്. ലോങ് ടേം വ്യൂവിൽ തീർച്ചയായിട്ടും അതൊരു നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന വളരെ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി 400 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യാണ് 420 വരെ പോകാം. ദെൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഡിസിഷനാണ് അത് എടുക്കുക എന്നുള്ളത്. ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 340 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് വരും. ദെൻ ഒരു വളരെ ലോവർ ലെവലിലാണ് അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 300 ലെവലിലേക്ക് പോകാം. പക്ഷേ അതിനുള്ള സാധ്യത അത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ 300 വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ തന്നെ ഒരു 330-340 എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് കാണാം. നമുക്ക് പെട്ടെന്ന് നോക്കാനുള്ള രണ്ട് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും യൂണിറ്റെക് വ്യാഴാഴ്ച മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് പ്രവർത്തന ഫലം വന്നത്. മറ്റൊന്ന് SBI, വിചാരിച്ചതിലും മികച്ച റിസൾട്ട് വ്യാഴാഴ്ച വന്നു. അതിന്റെ പിൻബലത്തിൽ അല്പം കയറി. ഇനിയും മുന്നോട്ടുള്ള സ്റ്റീം ബാക്കിയുണ്ടോ ഈ രണ്ട് ഓഹരികളിലും? ഈ രണ്ട് ഓഹരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോങ് ടൈം സ്റ്റോറി തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്. അതുപോലെ വിചാരിച്ചാലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ വീണ്ടും ഈ സ്റ്റോക്കിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ, അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയും ഇന്ത്യൻ കമ്പനികൾ നല്ല ഇൻഫ്ലേഷൻ, ഇപ്പോൾ വളരെ നല്ല മൺസൂൺ ലഭിച്ചു, ഇന്ത്യൻ കമ്പനികൾ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു വരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ്. അത് സ്റ്റേറ്റ് ബാങ്കിലൂടെ നമ്മൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ മാർക്കറ്റ് വാച്ച് ദീപാവലിക്ക് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു കറക്ഷനോടെ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്, സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ് സനൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ്. എല്ലാ ഇൻവെസ്റ്ററും ചെറിയ രീതിയിലെങ്കിലും ദീപാവലി പിക്കോ തീർച്ചയായിട്ടും അതായിരുന്നു. ഞാൻ ഇപ്പോഴും വളരെ സ്ട്രോങ്, ഫണ്ടമെന്റലി വളരെ ശക്തമാണ്. അത് യൂണിറ്റെക് അത്ര ശക്തമായിട്ടുള്ള ഒരു ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഡൗൺ സൈഡ് റിസ്ക് യൂണിറ്റെക്കിൽ കുറവാണ് എന്നുള്ളതാണ്. അല്ല, എന്താണെങ്കിലും വാല്യുവേഷൻ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ആ സെക്ടർ ഒക്കെ തന്നെ, അതെ, ഈ സെക്ടർ ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. അതൊരു ഇൻട്രസ്റ്റ് ഹയർ ലെവലിൽ നിൽക്കുന്നതാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് ബേർഡൻ. അതുപോലെ ഇന്ത്യയുടെ ഗ്രോത്ത്, ഇന്ത്യയിൽ ഒരു ചെറിയ ഗ്രോത്ത് ഒരു സൈൻ കാണുകയാണെങ്കിൽ ഈ റിയാലിറ്റി സെക്ടറൊക്കെ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കമ്പനി ലെവലിലുള്ള കുറച്ച് ഇഷ്യൂസ് നിലനിൽക്കുന്നു. പക്ഷേ ഇതിന്റെ വാല്യുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ഇപ്പോഴത്തെ ഏറ്റവും ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത്. അതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ. മൂവ്മെന്റും ഈ ഓഹരിയിൽ അധികം കണ്ടില്ല. മിഡ് ക്യാപ്പിൽ ഒന്നും തന്നെ അത്രത്തോളം സെലക്ടഡ് ആയിട്ടുള്ള മൂവ്മെന്റ് മാത്രമേ ഈ റാലിയിലൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫിനോലെക്സ് കേബിൾ അല്ലെങ്കിൽ KRBL ഇതിലൊന്നും കണ്ട പോലത്തെ ഒരു മൂവ്മെന്റ് യൂണിടെക്കിൽ കണ്ടില്ല. യൂണിറ്റ് കാണാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ കമ്പനിയെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന കുറെ ന്യൂസുകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ റിസൾട്ട് വിപണി പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു ക്രമേണ അതിന്റെ സ്റ്റോക്ക് പ്രൈസിനെ സബ്ഡ്യൂ ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ടെന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ശനിദശ കഴിഞ്ഞു എന്നുള്ള സൂചനകളുണ്ട്. നമുക്ക് മറ്റ് സംശയങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് പ്രജീഷിന്റെ ഒരു മെയിലിൽ വന്ന സംശയം നോക്കാം. അദ്ദേഹം ഐ എം ഹോൾഡിംഗ് ദി ഫോളോയിങ് ഷെയർസ്. സെയിൽ, ടാറ്റ സ്റ്റീൽ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് അത് പറയണമെന്നില്ല. സെയിലുണ്ട്, യെസ് ബാങ്ക് ഉണ്ട്, കെയ്ൻ ഉണ്ട്, ബയോകോൺ ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഓക്കെ, ഇതിൽ വളരെ നല്ല പോർട്ട്ഫോളിയോ. ഫണ്ടമെന്റലി എല്ലാ സ്റ്റോക്കും സൗണ്ടാണ്. സെയിൽ റിസൾട്ട് വന്നു, റിസൾട്ട് ശേഷം ചെറിയൊരു കറക്ഷൻ സ്റ്റോക്കിൽ വന്നു. സെയിൽ ടാറ്റ സ്റ്റീലൊക്കെ തന്നെ ഓരോ ഡിപ്പിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. എഗെയിൻ 60 and 56 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം വ്യൂവിൽ സെയിൽ വീണ്ടും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെ. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഈ മാർക്കറ്റിൽ ഈ പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 70-75 എന്ന് പറയുന്നത് ഷോർട്ട് ടേം വ്യൂവിൽ ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. 60 and 56 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. അടുത്തത് യെസ് ബാങ്ക് ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. കഴിഞ്ഞ ഒരു കറക്ഷന് ശേഷം വളരെ ഷാർപ്പായിട്ട് ഈ സ്റ്റോക്കിൽ തിരിച്ചുവരവ് സംഭവിച്ചു. അഗൈൻ 320 to 80 എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ട് ലെവലാണ്. 280 എന്ന് പറയുന്ന മാർക്കറ്റിൽ 5800 നിഫ്റ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം 280 വരാം. അതൊരിക്കലും ഒരു ടാർഗറ്റ് ആണ്, അല്ലെങ്കിൽ അത് ആ ലെവൽ എത്തുമ്പോൾ മേടിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കാതിരിക്കരുത്. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 320 ആണ്. ദെൻ 390 ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ കെയ്ൻ ഇന്ത്യ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. ഈ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 302 to 88 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 340 ആണ്. ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ് 340 എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. അതിൽ ലോങ് ടേം വ്യൂവിൽ 340 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അടുത്തത് ബയോകോൺ ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബയോടെക്നോളജി കമ്പനിയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഒരു ഫെയർ വാല്യൂവിലാണ്. ഈ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ രീതിയിൽ പോലും ഒരു ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 360, 330 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 392 ആണ് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട് ടൈം 392 ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്ക് 70 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. 66 ഫെഡറൽ ബാങ്കിൽ അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ലോങ് ടേം വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 66 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 92 ഈ സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസുമാണ്. ഇപ്പോൾ 92 ലെവൽ വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ച് 70 and 66 വരികയാണെങ്കിൽ ഒരു റീ എൻട്രി ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. ഇതിൽ സെയിൽ, യെസ് ബാങ്ക്, കെയ്ൻ ഇന്ത്യ, അതുപോലെ തന്നെ ബയോകോൺ, ഫെഡറൽ ബാങ്ക് ഒരു ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഓരോ കറക്ഷനിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം, കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ആ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ ലോങ് ടേം വ്യൂവിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ആമിർ ഖോയ, ആമിറിന്റെ സംശയം BHEL 229 രൂപ പല ഘട്ടങ്ങളിൽ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം ആവറേജ് കോസ്റ്റ് 229 രൂപയാണ്. മറ്റൊന്ന് ഹിൻഡാൽകോ ആണ്. ഹിൻഡാൽകോ ഏകദേശം 129 ലെവലിലാണ് വാങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന് കർണാടക ബാങ്ക് 150 രൂപ നിലവാരത്തിൽ ആവറേജ് ചെയ്തിരിക്കുന്നു. റിലയൻസ് പവർ ഉണ്ട് 96 രൂപ. അദ്ദേഹത്തിനും സെയിൽ പോലെയുള്ള ഓഹരികളുമുണ്ട്. ഇതിൽ BHEL തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യണം. കാരണം അദ്ദേഹത്തിന് ഭയങ്കര ഹയർ ലെവലിലാണ് ഇദ്ദേഹത്തിന്റെ ബൈങ് നടന്നിരിക്കുന്നത്. അഗൈൻ 125 and 110 വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒന്നുകൂടി അത്രയും ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു ലോങ് ടേം വ്യൂവിൽ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത് BHEL. അപ്പോൾ അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ 125, 110 എന്ന് പറയുന്ന ലെവലിലേക്ക് ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വരാം. അപ്പോൾ ആ ഒരു ലെവൽ വീണ്ടും ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ദെൻ 155 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിൻഡാൽകോ 107, 102 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ റാലിയിൽ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. 122 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കർണാടക ബാങ്ക് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 90 and 84 ലെവൽ വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്
90 and 84. ഇപ്പോൾ 90 and 84 എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ടാർഗറ്റ് പ്രൈസ് അല്ല. ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ആ ഒരു ലെവലിലേക്ക് വരാം എന്നുള്ളതിന്റെ അർത്ഥം ഇല്ല. മാർക്കറ്റിൽ വളരെ ഷാർപ്പായ ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ ആ ഒരു ലെവൽ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 112 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് റിലയൻസ് പവർ ആണ്. റിലയൻസ് പവർ 66-61 ആൻഡ് ഡൗൺ സൈഡ് ഈ സ്റ്റോക്കിലും റിലയൻസ് പവറിലും വളരെയധികം കുറവാണ്. ഈ ലെവൽ 66-61 വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്കിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല എങ്കിൽ ഒരു മൊമെന്റം ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ലെവലിലേക്ക് കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ എൻട്രി അഡ്വൈസബിൾ ആണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിലില്ല. അതുപോലെ പേഷ്യൻസ് കാണിക്കുക, ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് മാറുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും, അവസരം നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ മാർക്കറ്റിൽ 200-250 പോയിന്റ്സിന്റെ കറക്ഷൻ സംഭവിക്കാം. അതിനുശേഷം എൻട്രി ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ലെവൽ വരുന്നത് വരെ നമ്മൾ പേഷ്യൻസ് കാണിക്കുക. ആ ലെവൽ വരുമ്പോൾ മാർക്കറ്റ് അവിടെ സ്റ്റെബിലൈസ് ചെയ്യണമെന്നല്ല, പക്ഷെ ഒരു വാല്യൂ ബൈയിങ് ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരും. കാരണം സ്റ്റോക്കിന്റെ പെർഫോമൻസിലുപരി മറ്റ് എക്സ്റ്റേണൽ ആയിട്ട് പല കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതനുസരിച്ചുള്ള വാല്യുവേഷൻ സ്റ്റോക്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യുക. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജിയാണ് സാധാരണ നിക്ഷേപകർ എടുക്കേണ്ടത്. പലപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസിൽ ഈ നമ്മൾ ദീപാവലിയോട് കൂടി ഞാൻ പറഞ്ഞില്ല വളരെയധികം ആളുകൾ കോള് വരികയാണ് സ്റ്റോക്ക് മേടിക്കണം. അപ്പോൾ ഞാൻ എല്ലാവരും അഡ്വൈസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് പേഷ്യൻസ് കാണിക്കുക. മാർക്കറ്റിൽ ഒരു കറക്ഷൻ എന്തായാലും സംഭവിക്കും. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി സംഭവിച്ചിരുന്നു. അപ്പോൾ അന്നേരം അവർ പറയുമ്പോൾ പോലും അവർക്കത് മനസ്സിലാകുന്നത്. കാരണം മീഡിയ അത്രയേറെ ഹൈലൈറ്റ് ചെയ്യാണ് പുതിയ ഹൈയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അപ്പോൾ പലരോടും ഞാൻ കറക്റ്റ് ചെയ്യും, താഴെ വരും എന്നുള്ളതൊന്നും ചിന്തിക്കില്ല. അപ്പൊ എത്ര പറഞ്ഞാലും കേൾക്കില്ല. പലതവണ പറഞ്ഞു അത്. അപ്പൊ അഗൈൻ ഞാൻ പറഞ്ഞു 6000 ലെവൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവരോടൊക്കെ തന്നെ. ഒരു 6000 ലെവൽ വരുമ്പോൾ റീ എൻട്രി ഒരു 10% കറക്ഷനുള്ള സാധ്യതയുണ്ട്. ഇതേ ഞാൻ തന്നെ ഈ 6000 ലെവൽ വരുമ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് എന്താ, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു കോൾ വരുന്നില്ല, ഇവർ പറയില്ല വീണ്ടും ഒരു 50% റീട്രേസ്മെന്റ് വരാം. അപ്പോൾ ഇവർ വളരെയധികം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടെക്നിക്കൽ ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങി. നമ്മളെക്കാൾ ഉപരി അവർ നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പോൾ നോർമലി സംഭവിക്കുന്നത് ഈ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ച് ബൈയിങ് സൈഡ് വരുമ്പോൾ എല്ലാ ന്യൂസും നെഗറ്റീവ് ആയിരിക്കും. ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. വീണ്ടും എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു പുതിയ ഹൈ കെട്ടിയത് കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ ഇത് മാറണം. മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ ഫെയർ വാല്യൂയിൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. നമ്മൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കുമ്പോൾ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. ഇത് മാറിയെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അരുൺ പൈ അദ്ദേഹത്തിന്റെ ചോദ്യം വാല്യൂ പിക്സിനെ കുറിച്ചാണ്. മുൻപ് കൊടുത്തിട്ടുള്ള വാല്യൂ പിക്സ് അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിറ്റുമാറി ഇപ്പോൾ ഒരു തന്ത്രശാലിയായ നിക്ഷേപകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഏതായാലും കയറി നിൽക്കുകയാണ്. അപ്പം കറക്ഷനൊക്കെ വരുമ്പോൾ പോർട്ട്ഫോളിയോയിൽ ഏതെല്ലാം വാല്യൂ പിക്സ് ആണ് എടുക്കേണ്ടത്? ഒരു മീഡിയം ടൈം ഔട്ട്ലുക്ക് ആണ് അദ്ദേഹത്തിന്, ലോങ് ടൈം അല്ല. മീഡിയം ടേമിൽ ഞാൻ പറഞ്ഞ 6000 അദ്ദേഹം ബൈയിങ് നടത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു വ്യൂ എന്ന് പറയുന്നത് 5950 6000 എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രി പോയിന്റ് ആണ്. ദെൻ 5800 850 സെക്കൻഡ് സ്റ്റേജ്. ഈ രണ്ട് സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10-15% ഗെയിൻ ലഭിക്കും. ഇപ്പൊ നമ്മൾ ഓഹരികൾ 1-2 ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇതിനകത്ത് തന്നെ ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ ഇപ്പൊ യെസ് ബാങ്ക് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞതാണ്. ആക്സിസ് ബാങ്കും യെസ് ബാങ്ക്, L&T, റിലയൻസ്. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ എടുക്കൂ സനൽ 6000 ലെവൽ വന്നതിന് ശേഷം മാർക്കറ്റിൽ ഫ്രൈഡേ ഉണ്ടായിരിക്കുന്ന പുൾ ബാക്കിൽ ഈ സ്റ്റോക്ക് 8% റിട്ടേൺ നൽകി. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് തന്നെ ഒരു ഷോർട്ട് ടൈം ട്രേഡർ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഫ്രണ്ട് റൺ ഷോർട്ട് ടൈം ട്രേഡർ ഒരു മിഡ് ക്യാപ്പ് ഓഹരിയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ലാർജ് ക്യാപ്പ് ഇടിവിൽ വാങ്ങുന്നതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും നല്ലത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് ലോങ് ടൈം സ്റ്റോറി ആയിരിക്കാം. ചിലപ്പോൾ അത് വളരെ ഷാർപ്പായിട്ട് ചിലപ്പോൾ ഒരു അപ്പ് മൂവ് ഉണ്ടാകാം. ഇപ്പം പല സ്റ്റോക്കിലും നമ്മൾ ഫിനോലെസ് കേബിളിലും പല സ്റ്റോക്കിലും നമ്മളിപ്പോൾ കണ്ടതാണ് അങ്ങനെ ഒരു മൂവ്. ഇപ്പോൾ എസ്കോട്ട്സിലൊക്കെ കണ്ടില്ലേ, വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് ഉണ്ട്. അത് എപ്പോഴും അത് സംഭവിക്കണമെന്നില്ല. ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ മന്ത്ലി ഒരു ട്രേഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ പുൾ ബാക്കിനുള്ള സാധ്യത കൂടുതൽ ഇങ്ങനെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈവായി മാർക്കറ്റിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ ഫ്രണ്ട് റൺ സ്റ്റോക്ക് ആയിരിക്കും നല്ലത്. ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നഷ്ടങ്ങൾ കുറയ്ക്കാൻ ഇടിവിൽ വലിയ ലാർജ് ക്യാപ്പ് ഓഹരികൾ വാങ്ങുക. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു.
വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ കണ്ടിരുന്ന ഡാർക്ക് സ്പോട്ട്സ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ നല്ല കാര്യങ്ങൾ, കാരണം ഇനി മുന്നോട്ടുള്ള പാത ഏകദേശം ക്ലിയർ ആണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഈ ഫെഡറൽ റിസർവിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ചില്ലറ അനിശ്ചിതത്വങ്ങൾ എല്ലാ കാലത്തും ഉള്ളതുപോലെ നിൽക്കുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് നമ്മുടെ മുന്നിൽ എന്തായാലും വളരെ വ്യക്തമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപകർ ഏതെല്ലാം രീതിയിലാണ് ഒരുങ്ങേണ്ടത്? ഇതിൽ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ കുറച്ച് പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് 6,000 5,850 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് ഒരു മേജർ ടെക്നിക്കൽ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ് ന്യൂസ് വരാം, ആ ന്യൂസ് വീണ്ടും സെൽ ഓഫ് സ്റ്റോക്കിൽ സംഭവിക്കാം. അപ്പോൾ അതിന് എക്യുപ്ഡ് ആകുക എന്നുള്ളതാണ്. ഫണ്ട് റെഡിയാക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള ഓപ്ഷൻ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ള ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നല്ലത്. സ്റ്റോക്കിന് പുറകെ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ള അഡ്വൈസ് ആണ് എപ്പോഴും. അത് ഇൻവെസ്റ്റർക്കും ട്രേഡർക്കും ഒക്കെ തന്നെ ഒരു സ്റ്റോക്കിനും പുറകെ മൂവ് ചെയ്യരുത് എന്നുള്ളതാണ്. നന്ദി ഭുവനേന്ദ്രൻ. അപ്പോൾ വളരെ വ്യക്തമാണ്, നമുക്ക് മുന്നിൽ ഇനി ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഇലക്ഷന് വേണ്ടി ഒരു ദീർഘനാൾ കാഴ്ചപ്പാടുള്ള നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിക്ഷേപിക്കുന്നത് അത്ര അനുയോജ്യമാണെന്ന് പറയുക വയ്യ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്താൽ മികച്ച ഓഹരികൾ താഴ്ന്ന വിലയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വാങ്ങാവുന്നതാണ്. മറിച്ച് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ മൂവ്മെന്റ് അല്ലെങ്കിൽ മൊമെന്റം മണി വരുന്ന മേഖലകൾ, പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് കൗണ്ടറുകളിലാണ്. അത് അവർ ഇനി അങ്ങോട്ട് അധികം നോക്കാതെ ലാർജ് ക്യാപ്പ് ഓഹരികൾ താഴേക്ക് വരുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ ICICI ബാങ്ക്, L&T, യെസ് ബാങ്ക് മിഡ് ക്യാപ്പിന്റെ ഗണത്തിലാണ്, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ഇത്തരം ഓഹരികൾ താഴേക്ക് വരുമ്പോൾ ആ താഴേക്ക് വരുന്ന മൊമെന്റത്തിൽ അവർ ട്രേഡേഴ്സ് വാങ്ങുക. വീണ്ടും വർധന ലഭിക്കുമ്പോൾ 10%, 15% വർധന ലഭിക്കുമ്പോൾ അത് വിറ്റുമാറുക ഒരു സ്ട്രാറ്റജിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരല്പം കൂടി പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ കാണിക്കുക. മികച്ച ഓഹരികൾ ഒന്ന് താഴേക്ക് വരുമ്പോൾ, മിഡ് ക്യാപ്പ് ആയാലും ലാർജ് ക്യാപ്പ് ആയാലും താഴേക്ക് വരുമ്പോൾ നിക്ഷേപിക്കുക. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേ ഇൻവെസ്റ്റഡ്, അവരുടെ പ്രക്രിയ തുടരട്ടെ. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.